അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻകഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, കറാഹത്ത്, ജായിസ്? അപ്പോൾ കറാഹത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ആർത്തവ രക്തമെന്ന് പറയുന്നതാണ്. ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഇസ്തിഹാലത്ത്, നിഫാസ്, ഹൈദ്. അപ്പോൾ ഹൈദ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, വുളൂഇന് പകരമായി തയമ്മും ചെയ്യൽ വാജിബ്, സുന്നത്ത്, ഷർത്ത്? അപ്പോൾ അവിടെ വാജിബ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ബാങ്ക്, ഫാത്തിഹ, ഇഖാമത്ത്. അപ്പോൾ ഇഖാമത്താണ് സ്ത്രീകൾക്ക് സുന്നത്തുള്ളത്. അപ്പോൾ ഇഖാമത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത്, ബാങ്കിൽ തക്ബീറുകളുടെ റാഇന് സുക്കൂന് ചെയ്യൽ. ബാങ്കിൽ തക്ബീറുകളുടെ റാഇന് സുക്കൂന് ചെയ്യൽ കറാഹത്ത്, സുന്നത്ത്, വാജിബ്? അപ്പോൾ അവിടെ സുന്നത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി യോജിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ഇവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു. ബ്രാക്കറ്റ് ഒന്ന് നോക്കുക. സുന്നത്ത്, ഷർത്ത്, ത്വഹൂർ, ഖളാ, അൽ അഹ്കാമു ശർഇയ്യ, ലഹരി ദ്രാവകം. അപ്പോൾ ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു അൽ അഹ്കാമു ശർഇയ്യ. അഹ്കാമു ശർഇയ്യ എന്നാണ് ദീനിൻ്റെ വിധികൾക്ക് പറയുന്നത്. രണ്ടാമത്തത്, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ്. അപ്പം എന്താണ്? ഖളാ ആണ്. അപ്പോൾ ഖളാ ആണ് ആസന്നമായിട്ടുള്ള നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തത്, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ത്വഹൂർ. അപ്പോൾ അവിടെ ത്വഹൂർ എന്ന് എഴുതുക. ഇനി നാലാമത്തെ ചോദ്യം, മുത്തവസ്സിത്തായ നജസിൽ പെട്ടതാണ് ലഹരി ദ്രാവകം. ഇനി അഞ്ചാമത്തത്, വുളൂഇൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് സുന്നത്ത്. അപ്പോൾ സുന്നത്താണ് വുളൂഇൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യം. ഇനി മൂന്നാമത്തെ ഭാഗം വിശദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ളുഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത്. അപ്പോൾ അതെങ്ങനെ എഴുതും? ഉസല്ലി ഫർള ളുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് വരും. രണ്ടാമത്തത്, നിസ്കാരത്തിൻ്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? കാലുകൾ ചേർത്തു വെക്കലും, ഒരു കാൽ മുന്തിച്ചു വെക്കലും, കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ്. ഇനി നാലാമത്തെ ഭാഗമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 5ഓളം ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 3 വീതം മാർക്കാണ്. അപ്പം ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസുർ അല്ലേ? അപ്പം ഖസുർ എന്നവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, 1-ാം റക്അത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം ജുമുഅ. 1-ാം റക്അത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരമാണ് ജുമുഅ. മൂന്നാമത്തെ ചോദ്യം, സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ എന്താണ്? സുന്നത്ത്. അപ്പോൾ അവിടെ സുന്നത്ത് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, സക്കാത്തുൽ ഫിത്റിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ബദൻ. അഞ്ചാമത്തെ ചോദ്യം, ഹൈലുകാരി നോമ്പ് അനുഷ്ഠിക്കൽ ഹറാം.
അപ്പോൾ ഹൈദുകാരി നോമ്പ് അനുഷ്ഠിക്കൽ എന്താണ്? ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാം എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി 5-ാമത്തെ ഭാഗമാണ് എന്ത് ചൊല്ലണം. അപ്പം അവിടെ 5ഓളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും അവസരത്തിൽ എന്ത് ചൊല്ലണം എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം. 1-ാം റക്അത്തിൽ ഫാത്തിഹയുടെ മുമ്പ് എന്താണ് ചൊല്ലേണ്ടത്? വജ്ജഹ്തും അഊദും. അപ്പം അത് രണ്ടുമാണ് ചൊല്ലേണ്ടത്. 2-ാമത്തത് ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പോൾ അവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളത് എഴുതി കൊടുക്കുക. 3-ാമത്തത് പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4-ാമത്തെ ചോദ്യം നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നാണ് ചൊല്ലേണ്ടത്. ഇനി 5-ാമത്തത് ഖലായിലേക്ക് കടക്കും മുമ്പ് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അപ്പോൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. ഇനി പൂരിപ്പിക്കുക എന്നുള്ളതാണ് 6-ാമത്തത്. 1-ാമത്തെ ചോദ്യം നോക്കാം. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസാകും. അപ്പം താഴെയുള്ള എന്നുള്ളതും നജസ് എന്നുള്ളതും തന്നെ എന്നുള്ളതുമാണ് അവിടെ പൂരിപ്പിച്ചെഴുതാനുള്ളത്. അടുത്തത് നോക്കാം. 2-ാമത്തത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അകലത്തിലും നീളത്തിലുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് അവിടെ എഴുതാനുള്ളത്. അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വരും? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഇനി 3-ാമത്തതാണ് അവസാനത്തെ ആ ഭാഗത്തുള്ള ചോദ്യങ്ങളിൽ പെട്ടത്. 3-ാമത്തതാണ് എന്താണ്? ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ഡാഷ് ദുൽഖഅദ ഡാഷ് 10-ാം രാവ് ഡാഷ് ദിവസവുമാണ്. അപ്പം അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ഷവ്വാൽ ദുൽഖഅദ ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ് എന്നുള്ളതാണ്. ഇനി 7-ാമത്തെ ഭാഗം ആശയം എഴുതാം എന്നുള്ളതാണ്. 1-ാമത്തെ ചോദ്യം ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റകഅതൻ സിവൽ വിത്രി. എങ്ങനെയാണ് ആശയം വരിക? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് വരും. 2-ാമത്തത് അസ്വിവാക്കു മത്ഹറത്തുൽ ഫമി മർളാത്തുൻ ലിറബ്ബി. ആശയം മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഇനി 8-ാമത്തെ ഭാഗം ഫർളും സുന്നത്തും വേർതിരിച്ചെഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഏതെല്ലാം കൊടുത്തിട്ടുണ്ട്? അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, വജ്ജഹത്ത് ഓതൽ, തുമഇനീനത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഫർള് നോക്കാം. ഫർള് ഏതെല്ലാമാണ്? അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ എന്നുള്ളതും തുമഇനീനത്തുമാണ് ഫർളിൻ്റെ ഭാഗത്ത് വരിക. സുന്നത്തിൻ്റെ ഭാഗത്ത് ഖുനൂത്ത് ഓതലും വജ്ജഹത്തു ഓതലും സുന്നത്തിൻ്റെ ഭാഗത്താണ്. ഇനി അവസാനത്തത് 9-ാമത്തതാണ് ഉത്തരം എഴുതുക. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം സക്കാത്ത് 2 വിധമാകുന്നു, ഏതെല്ലാം? 1-ാമത്തത് സക്കാത്തുൽ മാൽ, 2-ാമത്തത് സക്കാത്തുൽ ബദൻ. ഇനി 2-ാമത്തെ ചോദ്യം ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം? ഉത്തരം ഇദ്ദയിൽ അല്ലാതിരിക്കുക, കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക. ഇനി 3-ാമത്തെ ചോദ്യം ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം, ഏതെല്ലാം? ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം, ഏതെല്ലാം? ഫർള് കിഫായ, സുന്നത്തുകൾ എന്നിവ. അപ്പോൾ ഫർള് കിഫായും സുന്നത്തുകളും എന്നിവ ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.